Hi friends, in this video we are going to study about Module 3 from Engineering Mechanics topic. As we all know, Module 3 containing mainly two topics. First one is center of gravity, the other one is moment of inertia. Center of gravity only containing the problems, and it is so important to study how to do the center of gravity problems because in order to do the moment of inertia problem, we need to know the center of gravity problem, how to find the center of gravity of a geometric figure. Moment of inertia includes so many theories. There is a chance in university examination to ask theory questions from moment of inertia portion. ഓക്കെ അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിലെ കുറേ തിയറീസ് പഠിക്കാണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ പ്രോബ്ലം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അറിയണം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ 10 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 5 മാർക്സ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനാണ്, ബാക്കി 5 മാർക്സ് ആണ് നമുക്ക് എന്തിനുള്ളൂ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനുള്ളൂ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിലെ നമുക്ക് പഠിക്കാനുള്ള തിയറീസാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, പാരലൽ ആക്സിസ് തിയറം, പാപ്പസ് ആൻഡ് ഗേൾട്ടിനസ് തിയറം, മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇതിൽ നിന്ന് സാധാരണ തിയറി ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 3 സാധാരണ തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള പോർഷനാണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കത് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അടുത്തത് ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ്, പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യയും മാക്സിമം ആൻഡ് മിനിമം പ്രിൻസിപ്പൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും. ഈ രണ്ട് പ്രോബ്ലം 2 times യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ദർ ഇസ് എ ചാൻസ് ടു ആസ്ക് ഹൗ ടു ഡു ദിസ് മാസ് പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യൻ്റെ പ്രോബ്ലം, മാക്സിമം ആൻഡ് മിനിമം പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെ ഈ പ്രോബ്ലംസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ കൂടുതൽ ചാൻസ് ചോദിക്കാനും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. ഈ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് പാർട്ടല്ല, നമ്മൾ ഫസ്റ്റ് പാർട്ടാണ് പഠിക്കുന്നത്. ദാറ്റ് ഈസ് ഹൗ ടു ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ഡിഫറെൻറ്റ് ജോമെട്രിക്കൽ ഫിഗേഴ്സ്. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് എ പോയിൻറ്റ് where we assume all the weight of a body to be concentrated. ഒരു ബോഡീൻ്റെ ഇപ്പോൾ ഈ ഒരു കാൽക്കുലേറ്റർ എടുത്തു, ഈ കാൽക്കുലേറ്ററിൻ്റെ ഫുൾ ലെങ്ത്തിൽ ഫുൾ ബോഡിയിൽ വെയിറ്റ് ഉണ്ട്. പക്ഷേ ഈ ഫുൾ ലെങ്ത്തിലുള്ള ബോഡീൻ്റെ ഫുൾ വെയിറ്റ്, ഇപ്പോൾ ഇതൊരു 10 ഗ്രാമിൻ്റെ ഒരു കാൽക്കുലേറ്റർ ആണെന്നുണ്ടെങ്കിൽ 10 ഗ്രാം ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യും നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ബോഡി എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻട്രോയിഡ് എന്നുള്ളൊരു ടേം ഉണ്ട്. അതായത് നമ്മളൊക്കെ ഇപ്പോൾ ഡ്രോയിങ്ങിലെ ഫിഗേഴ്സിൻ്റെ സെൻട്രോയിഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടാവില്ല, അതിനൊരു മാസ് ഉണ്ടാവില്ല. അപ്പം ജോമെട്രിക്കൽ ഫിഗേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ടേമാണ് സെൻട്രോയിഡ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിലെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോയിൻറ്റ് അബൌട്ട് വിച്ച് ദ എൻറ്റയർ വെയ്റ്റ് ഓഫ് ദ ബോഡി ക്യാൻ ബി അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ഫുൾ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിൻ്റ്. ഇപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫിഗേഴ്സ് ഉണ്ട്, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, സെമി സർക്കിൾ. ഇതിൻ്റെയൊക്കെ സെൻട്രോയിഡ് നമ്മൾ ഓൾറെഡി അറിയാം. കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട സെൻട്രോയിഡുകളുണ്ട് ബേസിക്കായിട്ട്. അപ്പോൾ ഈ ഒരു ടാബുലാർ കോളം നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ടാബുലാർ കോളം എല്ലാവരും വരച്ചെടുത്ത് കാണാതെ പഠിക്കുക. ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാബുലാർ ഫോമിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ എടുത്തു റെക്റ്റാങ്കിൾ. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ്, അതായത് അതിൻ്റെ ഫുൾ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും. ഇതാണ് ഇതിൻ്റെ സെൻട്രോയിഡ്. നമുക്കറിയാം ഏതൊരു പോയിൻറ്റിനെയും നമുക്ക് കോർഡിനേറ്റ്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. എക്സ് കോമ വൈ എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഈ പോയിൻറ്റിനെ നമുക്ക് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആക്സിസ് വരക്കണം. ഏറ്റവും ബോട്ടത്തു കൂടെ നമ്മൾ എക്സ് ആക്സിസും ഏറ്റവും ലെഫ്റ്റ് കൂടെ നമ്മൾ വൈ ആക്സിസും വരച്ചു. എപ്പോഴും കോർഡിനേറ്റ്സ് എക്സ് കോമ വൈ പറയുന്നത് ആക്സിസിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് ഇവിടുന്ന് വൈ ആക്സിസിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. എക്സ് ആക്സിസിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത്? വൈ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഈ എക്സ് എന്താ വരിക? ഈ ടോട്ടൽ ലെങ്ത്തിൻ്റെ by2, ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു b/2. വൈ കോർഡിനേറ്റ് എന്ത് വരും? d/2. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ b/d. സിമിലർലി ട്രയാങ്കിളിൻ്റെ കേസ് എടുത്തു. ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് കോർണറിലാണ് വരിക.
ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് കോമ വൈ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസുകൾ, അതായത് ഇതൊരു എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസാണ് എക്സ് എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസാണ് വൈ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും, നമ്മളെ ട്രയാങ്കിളിൻ്റെ ബേസ്, ഇപ്പോൾ ഇത് ബി ആണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് ബി ആണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസിൻ്റെ b/3 ആയിരിക്കും വരും. ഇതിപ്പോൾ 9 ആണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് 9/3 ആയിരിക്കും വരാം. സിമിലർലി വൈ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഹൈറ്റിൻ്റെ by3 ആയിരിക്കും വരും. ഇതിപ്പോൾ 10 ആണെന്നുണ്ടെങ്കിൽ ഇത് 10/3 ആയിരിക്കും വരും. b/3 h/3 ഹാഫ് BH ഏരിയ. ഇപ്പോൾ വേറൊരു ഇങ്ങനെയുള്ള ട്രയാങ്കിളാണ് വന്നതെന്നുണ്ടെങ്കിൽ ബേസ് ബി ഹൈറ്റ് എച്ച് ആണ്. ഇതിൻ്റെ കോർഡിനേറ്റ് സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക, കോർണറിലൊന്നല്ല സെൻട്രലാണ് വരിക. കോർഡിനേറ്റ് എക്സ് കോമ വൈ ആണെന്നുണ്ടെങ്കിൽ ഇതിലെ എക്സും വൈയും റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്ക് തന്ന ഫിഗറിൻ്റെ ഏറ്റവും ബേസിലൂടെ നമ്മൾ എക്സ് ആക്സിസ് വരച്ചു, ഏറ്റവും ലെഫ്റ്റ് കൂടെ നമ്മൾ എന്ത് വെച്ചു, വൈ ആക്സിസ് വരച്ചു. ഈ ആക്സിസിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസാണ് എന്ത്, എക്സ്. ഈ ആക്സിസിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസാണ് വൈ. ഈ ആക്സിസിൽ നിന്ന് ഇവിടെ വരെ, ഇവിടെ തൊട്ടല്ല, ആക്സിസിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസാണ്. ആക്സിസിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര വരിക, ഇത് ഫുള്ള് ബി ആണ്, അതിൻ്റെ ഹാഫ് ദാറ്റ് ഈസ് b/2. എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് b/2. വൈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് ഹൈറ്റിൻ്റെ h/3 ഹാഫ് BH തന്നെയാണ് ഏരിയ. സർക്കിളിൻ്റെ സെൻറ്ററോട് നമുക്കറിയാം, അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ആക്സിസ് വരയ്ക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് എക്സ്, ഇതാണ് വൈ കോർഡിനേറ്റ് എന്ന് പറയുക. രണ്ടും റേഡിയസ് ആയിരിക്കും. πr² ആണ് ഏരിയൻ്റെ ഇക്വേഷൻ. അടുത്ത സെമി സർക്കിളാണ്. സെമി സർക്കിളിൻ്റെ സെൻറ്ററോട് എന്ന് പറയുന്നത് ഈ ഡയമീറ്ററിൻ്റെ സെൻറ്ററിലെ കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇത് എക്സ്, ഇത് വൈ ആക്സിസും ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസാണ് എന്ത് വരിക, എക്സ് കോർഡിനേറ്റ് വരിക. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസാണ് വൈ കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് എന്ത് വരും, റേഡിയസ്. ഇതിൻ്റെ ബൗണ്ടറി എന്നല്ല ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസാണ്, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ആർ. വൈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് 4r / 3π ആയിരിക്കും. 4r / 3π. സർക്കിളിൻ്റെ ഏരിയ πr² ആണെങ്കിൽ സെമി സർക്കിളിൻ്റെ ഏരിയ πr²/2. സിമിലർലി അപ്പോൾ നമ്മൾ സെമി സർക്കിൾ, ഇങ്ങനത്തെ സെമി സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യും, ഇങ്ങനെയാണ് സെമി സർക്കിൾ വന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ കോർഡിനേറ്റ് എവിടെ വരിക, സെൻട്രോയിഡ്. ഡയമീറ്ററിൻ്റെ സെൻട്രോയിഡ് ആണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ സെൻട്രോയിഡ് വരിക. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആക്സിസ് വരച്ചു, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത് വരിക, എക്സ് വരിക. ഈ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത് വരിക, വൈ വരിക. എപ്പോഴും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയിരിക്കും എക്സ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈ ആയിരിക്കും. ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആരായിരിക്കും വരിക, ഇല്ല, ഈ ഡിസ്റ്റൻസ്, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4r / 3π ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് 4r/3π ആയിരിക്കും. ഇതിൻ്റെ വൈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് r ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫിഗറിൻ്റെ പൊസിഷനും അതിൻ്റെ ഷേപ്പും അനുസരിച്ച് എക്സും വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മനസ്സിലാക്കിയിട്ടും വേണം ചെയ്യാൻ. അടുത്തതെന്ന് പറയുന്നത് ക്വാർട്ടർ സർക്കിളാണ്. ക്വാർട്ടർ സർക്കിളിലെ സെൻട്രോയിഡ് വരുന്നത് കോർണറിലാണ്. ദാറ്റ് ഈസ് ഇവിടുന്ന് ആക്സിസ് വരക്കുകയാണെന്ന് വൈ, ഇത് എക്സ് ആക്സിസ് ആണെങ്കിൽ ഇവിടുന്നുള്ള ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എക്സ്, ഈ ഡിസ്റ്റൻസ് ആണ് വൈ കമ്പോണൻറ്റ്. ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും 4r / 3π ആയിരിക്കും. 4r / 3π. ഏരിയ എന്ന് പറയുന്നത് ഫുൾ സർക്കിൾ πr² ആണെങ്കിൽ ക്വാർട്ടർ സർക്കിൾ ആകുമ്പോൾ πr²/4. ഇതിൽ നമുക്ക് അറിയാതെ ഇരിക്കാനുള്ള ഇക്വേഷൻസ് ഈ 4r/3πയും h/3. ട്രയാങ്കിൾ ആകുമ്പോൾ y3 വരുന്നതും, സർക്കിൾ സെമി സർക്കിൾ ക്വാർട്ടർ സർക്കിളിൻ്റെ കേസിൽ 4 × r / 3πയും മാത്രമേ ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളൂ. നമുക്ക് ഒന്നുകൂടി ഓർത്തിരിക്കേണ്ടുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. നമുക്ക് ആദ്യത്തെ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനാണ്. ഇത് നോക്കുക, ടി സെക്ഷൻ. ഞാൻ പറയുന്ന സ്റ്റെപ്പ് അതുപോലെ ഫോളോ ചെയ്തിട്ട് പഠിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസിലെ ആൻസർ തെറ്റാനുള്ള ചാൻസ് വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ ചെയ്യുക. ഞാൻ പറയുന്ന സ്റ്റെപ്പ് അതുപോലെ ഫോളോ ചെയ്തിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ടി സെക്ഷൻ തന്നിട്ടുണ്ട്. ടി സെക്ഷനിലെ 200 mm, 20 mm, ഇത് 300 mm, ഇത് 20 mm ലെങ്ത്തിലുള്ളൊരു ടി സെക്ഷനാണ്. നമുക്ക് കിട്ടുന്ന ഫിഗറിനെ നമുക്കറിയുന്ന, ഇപ്പോൾ നമ്മൾ മുന്നേ ടേബിൾ ആർ
കോളത്തിൽ പഠിച്ച നമുക്ക് അറിയുന്ന ജോമെട്രിക്കൽ ഫിഗേഴ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടി സെക്ഷനെ എനിക്ക് 2 ഫിഗറായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഫസ്റ്റ് ഒരു റെക്റ്റാങ്കിളും രണ്ടാമത് വേറൊരു റെക്റ്റാങ്കിളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആദ്യത്തെ നമ്മളുടെ സ്റ്റെപ്പാണ് ഡിവൈഡ് ഫിഗർ ആൻഡ് നമ്പർ ഇറ്റ്. ഡിവൈഡിങ് ആൻഡ് നമ്പറിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എത്രത്തോളം നമുക്കറിയുന്ന ഫിഗറാക്കി മാറ്റാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതിന് നമ്പർ ചെയ്യലും നിർബന്ധമാണ്. നമ്മൾ കൊടുത്ത നമ്പർ ഏതാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ടീച്ചേഴ്സിന് മാർക്ക് ഇടാനും കറക്റ്റ് ചെയ്യാനൊക്കെ ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് സ്റ്റെപ്പ് റഫറൻസ് ആക്സിസ് വരയ്ക്കുക. റഫറൻസ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫിഗറിൻ്റെ ഏറ്റവും ബോട്ടത്തിലൂടെ എക്സ് ആക്സിസും ഏറ്റവും ലെഫ്റ്റിലൂടെ വൈ ആക്സിസും. ഇനി നമ്മൾ എടുക്കുന്ന എല്ലാ എക്സ് വൈൻ്റെ റീഡിങ്ങുകളും നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ റെഫറൻസ് ആക്സിസിനെ ബേസ് ചെയ്താണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ റെഫറൻസ് ആക്സിസ് സ്പെസിഫൈ ചെയ്തു. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പാണ്. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത ഓരോ ഇൻഡിവിജ്വൽ ഫിഗറിനെ വരയ്ക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, റെഫറൻസ് ആക്സിസ് അതുപോലെ തന്നെ വരച്ചു. റെഫറൻസ് ആക്സിസിൽ നമുക്ക് ടി സെക്ഷൻ ഏതുണ്ടായിരുന്നത്, അതിൽ ഫസ്റ്റ് റെക്റ്റാങ്കിൾ മാത്രം നമ്മൾ എന്ത് ചെയ്തു, ആ ഫസ്റ്റ് റെക്റ്റാങ്കിളുടെ പൊസിഷൻ എവിടെയാണോ ആ ഫസ്റ്റ് റെക്റ്റാങ്കിൾ മാത്രമാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇവിടെ താഴെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഈ ഫിഗറിൽ ഇനിയിപ്പം നമ്മൾ ഈ റെക്റ്റാങ്കിളും നമ്മളെ പഴയ റെഫറൻസ് ആക്സിസും മാത്രമാണ് നോക്കുന്നത്. ഈ ഫിഗർ നിങ്ങൾ വരയ്ക്കാനായിട്ടില്ല, ഫസ്റ്റ് ഈ ഫിഗർ മാത്രം, ഫസ്റ്റത്തെ ഫിഗർ മാത്രം വരയ്ക്കുക. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററോട് എവിടെ വരിക, ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിൽ. ഇത് ഫസ്റ്റത്തെ ഫിഗർ ആയതുകൊണ്ട് ഈ കോർഡിനേറ്റ്സിനെ, ഈ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റിനെ ഞാൻ x1 x1 y1 എന്ന് വിളിച്ചു. ഇവിടെ x1 എന്ന് പറയുന്നത് എന്തായിരിക്കും, y ആക്സിസിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എന്ത്, x1 എന്ന് പറയുന്നത്. ഓക്കെ, y1 എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, ഈ പോയിന്റിൽ നിന്ന് y ആക്സിസ് വരെ എക്സ് ആക്സിസ് വരെയുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, y1 എന്ന് പറയും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് മനസ്സിലാവുന്നു. എപ്പോഴും നമ്മൾ കോർഡിനേറ്റ്സ് പറയുമ്പോൾ ആക്സിസിനെ റെഫർ ചെയ്തിട്ടാണ് കോർഡിനേറ്റ്സ് പറയുക. എപ്പോഴും ആക്സിസ് എന്നുള്ള മെഷർമെൻ്റ് ആണ് എടുക്കുക. സെൻട്രോയിഡ് ഇവിടെയാണ്, പക്ഷേ ഇതിൻ്റെ സെൻട്രോയിഡിൻ്റെ x1 y1 എന്ന് പറയുന്നത് ഓൾവേസ് മെഷേർഡ് ഫ്രം ആക്സിസ്. അപ്പോൾ ഈ ഫിഗറിൽ x1 എന്ന് പറയുന്നത് എത്ര വരിക, ഈ ലെങ്ത്തിൻ്റെ /2 200/2, ദാറ്റ് ഈസ് 100 millimeter. y1 എത്ര വരിക, y1 എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കറിയാം ഈ ഒരു ചെറിയ കുഞ്ഞ് ഡിസ്റ്റൻസ് എത്ര വരിക, ഇത് 20/2 ആണ് വരിക. ഈ ഡിസ്റ്റൻസ് എത്രയും 10 ആണ് വരിക. ബാക്കി ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസോ 300 ആണ്. ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഗിവൺ ആണ് 300. അപ്പോൾ ടോട്ടൽ y1 എന്ന് പറയുന്നത് എന്ത് വരും, 10 + 300 ദാറ്റ് ഈസ് 310 mm. അടുത്തത് A1 ആണ്. അതായത് ഈ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ദാറ്റ് ഈസ് 200 × 20 ദാറ്റ് ഈസ് 4000 mm². അപ്പോൾ ഫസ്റ്റ് ഫിഗറിന് നമുക്ക് ഈ 3 വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഫിഗറിനും വാല്യൂസ് കണ്ടുപിടിക്കാം. സെക്കൻഡ് ഫിഗറിൽ നമ്മൾ എന്ത് ചെയ്തു, റെഫറൻസ് ആക്സിസ് അതേപോലെ വരച്ചു, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് വരച്ചു. രണ്ടാമത്തെ റെക്റ്റാങ്കിൾ മാത്രം നമ്മൾ വരച്ചു. ഫസ്റ്റ് റെക്റ്റാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ഈ സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് എവിടെ വരിക, സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിൽ വരും, ഇവിടെ. ഇതിൻ്റെ കോർഡിനേറ്റ് രണ്ടാമത്തെ ഫിഗർ ആയതുകൊണ്ട് ഇതിൻ്റെ കോർഡിനേറ്റിനെ x2 ആൻഡ് y2 എന്ന് വിളിച്ചു. x2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എവിടെ തൊട്ട് എവിടെ വരെ ഉള്ളതാണ്, ഈ പോയിൻ്റ് തൊട്ട് എക്സ് ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ x2 എന്ന് വിളിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് അല്ല, നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മൾ മാറരുത്. റെഫറൻസ് ആക്സിസ് ഇവിടെ, നമ്മളുടെ ഫിഗർ ഇവിടെ. ഇതെന്ന് പറയുന്നതായിരിക്കും എന്ത്, y2 റെപ്രസെൻ്റ് ചെയ്യണത്. x2ൻ്റെ വാല്യൂ എത്ര വരിക, ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് x2 വരുന്നത്. അപ്പോൾ x2 = 10 ആണ് വരിക, അല്ല x2 എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടെ വരെ, അതായത് ഇതിൻ്റെ സെൻറ്റർ തന്നെ ഇവിടെ തൊട്ട് ഇവിടെ വരെ, ദാറ്റ് ഈസ്
200/2 is equal to 100 വരും. y2 എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിൽ, അതായത് ആക്സിസിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 300/2 150. a2 is equal to രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 300 × 20 which is equal to 6000. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ടി എന്നുള്ള സെക്ഷനിലെ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ മാത്രം കിട്ടി, രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ കിട്ടി. നമുക്കിങ്ങനെ സെപ്പറേറ്റ് അല്ല വേണ്ടത്. നമുക്ക് എന്ത് വേണം, ഈ ഫുൾ ടി സെക്ഷൻ്റെ സെൻട്രോയിഡാണ്. ടി സെക്ഷൻ്റെ സെൻട്രോയിഡിനെ നമ്മൾക്ക് എക്സ് ബാർ വൈ ബാർ, അതിൻ്റെ ടി സെക്ഷൻ്റെ കോർഡിനേറ്റിനെ എക്സ് ബാർ വൈ ബാർ എന്ന് വിളിക്കാം. ഫുള്ളായിട്ടുള്ള സെക്ഷൻ്റെ എക്സ് ബാർ വൈ. ഈ എക്സ് ബാർ വൈ ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു, ഇവിടെ രണ്ട് സെക്ഷനല്ലുള്ളത്, a1 x1 പ്ലസ് a2 x2 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2. വൈ ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് a1 y1 പ്ലസ് a2 y2 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2. അപ്പോൾ ഇത് 3 സെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വരും, ഒരു പ്ലസ് a3 x3 വരും, ഇവിടെ ഒരു പ്ലസ് a3 വരും, ഇവിടെ ഒരു പ്ലസ് a3 y3 വരും, പ്ലസ് a2. രണ്ട് സെക്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെ എഴുതി. ഈ a1 x1 a2 x2 ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 4000 ഇൻറ്റു x1 എന്ന് പറയുന്നത് 100 ആണ്, പ്ലസ് a2 എന്ന് പറയുന്നത് 6000 ഇൻറ്റു x2 എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ a1 എന്ന് പറയുന്നത് 4000 പ്ലസ് 6000. ഈ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 100 mm കിട്ടും. ഇതിലും ഇതേപോലെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4000 ഇൻറ്റു y1 എന്ന് പറയുന്നത് 310 പ്ലസ് a2 എന്ന് പറയുന്നത് 6000 ഇൻറ്റു y2 എന്ന് പറയുന്നത് 150 ഡിവൈഡഡ് ബൈ 4000 പ്ലസ് 6000 ചെയ്യുമ്പോൾ നമുക്ക് 214 mm കിട്ടും. അതായത് സെൻട്രോയിഡ് എക്സ് ബാർ കോമ വൈ ബാർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വന്നു, 100,240. ഇതാണ് ഇതിൻ്റെ സെൻട്രോയിഡ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റെപ്പ് ഇതുപോലെ ഫോളോ ചെയ്യുക. ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുക, ദെൻ നമ്പറിങ്, ദെൻ റെഫറൻസ് ആക്സിസ് വരയ്ക്കുക, എന്നിട്ട് ഓരോ ഇൻഡിവിജ്വൽ ഫിഗർ വരച്ചിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്കൊരു പ്രോബ്ലം കൂടി റെഫർ ചെയ്യാം. ഇത് 2 പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. ഈ ഫിഗറുകളൊന്നും നോക്കല്ലേ, നിങ്ങൾ ആദ്യം ഈ ഫിഗറുകൾ മാത്രം നോക്കുക. ഈ ഫിഗറിൽ നോക്കുക, ഒരു സെമി സർക്കിൾ ഉണ്ട്, ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്. നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, നമുക്കറിയുന്ന ഫിഗേഴ്സായിട്ട് ഈ ഫിഗറിനെ ഡിവൈഡ് ചെയ്യുക. അപ്പം ഞാനൊരു സെമി സർക്കിൾ, അതിനെ നമ്പർ ചെയ്യും വേണം, അത് ഫസ്റ്റ്. രണ്ടാമത്തേത് ഒരു റെക്റ്റാങ്കിൾ, ഇതിനെ ഞാൻ 2 എന്നും, മൂന്നാമത്തേത് നമ്മൾ 3 ട്രയാങ്കിൾ. 3 ഫിഗറായിട്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുക, നമ്പർ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, റെഫറൻസ് ആക്സിസ് വരക്കണം. റെഫറൻസ് ആക്സിസ് എപ്പോഴും എന്തായിരിക്കണം, നമ്മൾക്ക് തന്ന ഫിഗറിൻ്റെ ഏറ്റവും ബോട്ടത്തിലൂടെ എക്സ് ആക്സിസ് വരക്കുക, ഏറ്റവും ലെഫ്റ്റ് കൂടെ നമ്മൾ എന്ത് വരക്കുക, വൈ ആക്സിസ് വരക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. തേർഡ് സ്റ്റെപ്പിൽ എന്താ, ഓരോ ഇൻഡിവിജ്വൽ ഫിഗേഴ്സ് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ നമ്മളെ ഫിഗർ ഏതാ, സെമി സർക്കിളാണ്. ആദ്യം ഞാൻ റെഫറൻസ് ആക്സിസ് വരച്ചു, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് വരച്ചു. എന്നിട്ട് അതിൽ നമ്മൾക്ക് വേണ്ട ഫസ്റ്റത്തെ ഫിഗർ മാത്രം ഞാൻ എടുത്ത് വരച്ചു. എങ്ങനെയാണോ റെഫറൻസ് ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ആ ഫിഗർ നിൽക്കുന്നത്, ആ ഫിഗറിനെ അതുപോലെ ഞാൻ വരച്ചു. ഓക്കെ, സെമി സർക്കിളിൻ്റെ റേഡിയസ് 2 cm ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡ് എവിടെ വരിക, അതിൻ്റെ ഡയമീറ്ററിൻ്റെ സെൻറ്ററിന് ഒരിത്തിരി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് എന്ത് വരിക, ഇതിൻ്റെ സെൻട്രോയിഡ്. ഓക്കെ, നമ്മൾ ആ ടാബുലാർ കോളത്തിൽ പഠിച്ചിട്ടുണ്ട്, ഡയമീറ്ററിൻ്റെ ഈ സെൻറ്റർ തൊട്ട് ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 4r ഡിവൈഡഡ് ബൈ 3π ആണ്. എക്സും വൈ ഒന്നും നോക്കണ്ട, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, 4r/3π ആണ്. നമ്മൾ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്, ഇത് ഫസ്റ്റ് ഫിഗർ ആയതുകൊണ്ട് ഇതിൻ്റെ കോർഡിനേറ്റ്സിനെ ഞാൻ x1 y1 വിളിച്ചു. x1 എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കണം, മെഷേർഡ് ഫ്രം ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്, x1. ആക്സിസ് എന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് x1, അല്ലാതെ 4r/3π ആണോ, അല്ല. ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്, x1 എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, y1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
ഫസ്റ്റ് ഫിഗറിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട x1 നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? x1 ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഈ ഫുൾ റേഡിയസ് എന്ന് പറയുന്നത് 2 മീറ്ററാണ്. 2 മീറ്ററിന് ഈ 4r/3π എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x1 കിട്ടും. 4 × r/3π ദാറ്റ് ഈസ് 2 മൈനസ് 4 × r എന്ന് പറയുന്നത് 2 ആണ്, റേഡിയസ് ആണ്, ഡിവൈഡഡ് ബൈ 3π ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1ൻ്റെ വാല്യൂ കിട്ടും. x1 ഇസ് ഈക്വൽ ടു 1.15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇതേപോലെ y1 എങ്ങനെ കിട്ടും? y1 ഇസ് ഈക്വൽ ടു സെൻട്രോയിഡ് തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് ദ സെമി സർക്കിൾ 2 സെൻറ്റിമീറ്റർ. ഇനി a1 കണ്ടുപിടിക്കണം. സെമി സർക്കിളിൻ്റെ a1 കണ്ടുപിടിക്കാനുള്ളത് πr² ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് π × 2² ഡിവൈഡഡ് ബൈ 2 which is equal to 2π cm². ഓക്കെ, അടുത്തതാണ് എന്ത്? രണ്ടാമത്തെ ഫിഗർ ഇതേപോലെ വരക്കണം. അപ്പോൾ നമ്മളെ റെഫറൻസ് ആക്സിസ് y ആക്സിസും x ആക്സിസും വരച്ചു. ഇങ്ങനെയാണ് നമ്മളെ ഫിഗർ. പക്ഷേ ഈ ഫിഗറിൽ ഈ സെൻറ്ററിലുള്ള റെക്റ്റാങ്കിൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യണുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ ഇവിടെ സെമി സർക്കിളിനുള്ള സ്പേസ് വിടാൻ ഒരിക്കലും മറക്കരുത്. ആക്സിസിൽ നിന്ന് സെമി സർക്കിളിൻ്റെ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ റെക്റ്റാങ്കിൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ ഫിഗർ വരയ്ക്കണം. റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് കറക്റ്റ് സെൻറ്ററിലാണ് വരിക അല്ലേ? ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഇത് ഫുള്ള് 4 ആണെങ്കിൽ ഇത് 2 ആയിരിക്കും. ഇതിൻ്റെ കോർഡിനേറ്റ്സിനെ നമ്മൾ എന്ത് വിളിച്ചു? x2 y2. നമുക്ക് x2 ആണ് y2 ആണ് കണ്ടുപിടിക്കേണ്ടത്. x2 എന്ന് പറഞ്ഞാൽ എന്താ? x2 കണ്ടുപിടിക്കണം. x2 എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോർഡിനേറ്റ് തൊട്ട് ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? x2. നമുക്കറിയാം ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്ര ഡിസ്റ്റൻസ്? 6ൻ്റെ പകുതി 3 ആണ്. പിന്നെ ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്ര ഉണ്ടാവും? റേഡിയസ് ഉണ്ടാവും. അപ്പോൾ 3 + 2 ആയിരിക്കും എന്ത്? x2. 3 + 2 5 സെൻറ്റിമീറ്റർ ആണ് x2. y2 എന്ന് പറയുന്നത് എന്താ? x ആക്സിസ് തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് y2 which is equal to 2 സെൻറ്റിമീറ്റർ. a2 എന്ന് പറയുന്നത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ദാറ്റ് ഈസ് 6 × 4 is equal to 24. അടുത്തത് മൂന്നാമത്തെ ഫിഗർ ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളെ റെഫറൻസ് ആക്സിസിനെ നമ്മൾ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ട് ട്രയാങ്കിളിൻ്റെ തൊട്ട് മുന്നേ എന്തുണ്ട്? ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഒരു സെമി സർക്കിൾ ഉണ്ട്. ആ ഒരു റെക്റ്റാങ്കിളിനും ഒരു സെമി സർക്കിളിനുള്ള സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ എന്ത് വരച്ചത്? ട്രയാങ്കിൾ വരച്ചത്. ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് വരുന്നത് കോർണറിലാണ്. ഇതിനെ നമ്മൾ x3 y3 എന്ന് വിളിച്ചു. ആസ് പെർ ടാബുലാർ കോളം നമുക്കറിയാം വെർട്ടിക്കൽ സൈഡും ഈ പോയിൻറ്റും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിൻ്റെ /3 ആണ്. ഇതിപ്പോൾ 3 ആണെന്നുണ്ടെങ്കിൽ 3/3 ആണ് ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ 4 ആണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസിൻ്റെ /3 ദാറ്റ് ഈസ് ഇത് 4/3 ആയിരിക്കും. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താ? x3ൻ്റെ വാല്യൂ y3ൻ്റെ വാല്യൂ. x3 എന്ന് പറഞ്ഞാൽ പോയിൻ്റ് തൊട്ട് y ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ x3 എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്ര ഉണ്ട്? 2 + 6 8 ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് 3/3 ദാറ്റ് ഈസ് 2 + 6 + 3/3 ദാറ്റ് ഈസ് 9 സെൻറ്റിമീറ്റർ. y3 എന്ന് പറയുന്നത് എന്താ? ഈ ആക്സിസ് തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 4/3. a3 ട്രയാങ്കിളുടെ ഏരിയ ½ × b × h ദാറ്റ് ഈസ് ½ × b 3 × h 4 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ഫിഗർ കൺസിഡർ ചെയ്തു. ഈ ഇൻഡിവിജ്വൽ ഫിഗേഴ്സിൻ്റെ എല്ലാ വാല്യൂ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് തന്ന ഈ ഫിഗറിൻ്റെ എക്സ് ബാറും വൈ ബാറും അതായത് സെൻട്രോയിഡ് ഓഫ് ദിസ് ഫിഗർ നമ്മൾ കണ്ടുപിടിക്കണം. എക്സ് ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത് വരും? ഇവിടെ 3 ഫിഗേഴ്സ് ഉണ്ട്, അതുകൊണ്ട് a1 x1 3 ഫിഗേഴ്സും ആഡ് ചെയ്യാണ്. അപ്പോൾ a1 x1 + a2 x2 + a3 x3 ഡിവൈഡഡ് ബൈ a1 + a2 + a3. ദാറ്റ് ഈസ് a1ൻ്റെ വാല്യൂ 2π × x1ൻ്റെ വാല്യൂ 1.15
പ്ലസ് A2 24 ഇൻറ്റു x2 5 പ്ലസ് A3 6 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 2π പ്ലസ് 24 പ്ലസ് 6. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ബാറിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 4.99 സെൻറ്റിമീറ്റർ. ഇതേപോലെ വൈ ബാറിൻ്റെ ഇക്വേഷൻ എന്ത് വരും? A1y1 പ്ലസ് A2y2 പ്ലസ് A3y3 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3. y1 y2ൻ്റെ A1 A2ൻ്റെ ഒക്കെ വാല്യൂ ഇവിടെ ഉണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൈ ബാറിൻ്റെ വാല്യൂ കിട്ടും. വൈ ബാറിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 1.89 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഈ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും. ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ഷുവറാണ് 90% യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സെയിം പ്രോബ്ലം യൂണിവേഴ്സിറ്റി എക്സാമിന് 2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതേ പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. കൂടുതൽ പ്രോബ്ലം ചെയ്യാൻ അടുത്ത വീഡിയോ കാണാം.